നമ്മുടെ നൂലപ്പത്തിനായിട്ട് 1 ഗ്ലാസ് മാവിന് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. നല്ല തിള വരുമ്പോഴത്തേക്കും നമ്മുടെ 1 ഗ്ലാസ് മാവ് 1.5 ഗ്ലാസ് വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ആറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറിയുടെ കാര്യം നോക്കാം. നമ്മൾ ഇന്ന് ബീഫ് കറിയാണ് ചെയ്യുന്നത്. 1 കിലോ ബീഫാണ് എടുത്തത്. അപ്പം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് 1 സബോളയും അതേപോലെ തന്നെ 1 തക്കാളി, അതേപോലെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1 സ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കർ ചെയ്യുക. അടുത്തത് നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ നൂലപ്പം നമ്മൾ പീച്ചെടുക്കുകയാണ്. നൂലപ്പം റെഡിയായി കഴിഞ്ഞു. ആ സമയത്ത് നമ്മൾ പാനിലേക്ക് എണ്ണ എടുത്തിട്ട് ബാക്കി 2 സബോള നമ്മൾ വഴറ്റാനായിട്ട് വയ്ക്കുകയാണ്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തു തിളപ്പിക്കാൻ വയ്ക്കുക. നമ്മൾക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബീഫ് തിളപ്പിക്കാൻ വയ്ക്കുക. എല്ലാവരും ബീഫും ഇടിയപ്പം ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.